തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഒരു ആശ്രയമായിരുന്നു VS. അവർക്ക് ഒരു പ്രതീക്ഷയായിരുന്നു VS. ഒരിക്കലും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു നേതാവ് ഉണ്ട് എന്ന് തോന്നുന്നത് അവർക്ക് ഉണ്ടാക്കിയത് VS ആണ്. ഒരുപക്ഷെ തുടക്കമായത് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഐസ്ക്രീം പാർലർ കേസാകാം. പിന്നീട് പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ പോലും പ്രതിസ്ഥാനത്തേക്ക് ആരോപിക്കപ്പെട്ട ചില കേസുകൾ, കിളിരൂരും കവിയൂരും അടക്കമുള്ള കേസുകൾ, അവിടെയുമൊക്കെ VS രക്ഷകനായി വന്നു. സ്ത്രീകളുടെ അതിജീവിതകളുടെ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ രക്ഷകനായി VS വന്നു. അവർ എങ്ങനെ VS വിശ്വസിച്ചു. VS പറഞ്ഞാൽ ആ കാര്യം ചെയ്തിരിക്കും, അത് വെറും വാക്കാകില്ല, ആശ്രയിക്കാവുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് VS ആണെന്ന് കേരളത്തിലെ പൊതുസമൂഹം, സ്ത്രീ സമൂഹം ചിന്തിച്ചു. നമുക്കറിയാം പെമ്പിള്ളെ ഒരുമേ സമരം, ആ സമരം പലപ്പോഴും CPM ആ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച സമരമായിരുന്നില്ല. അതിൽ മറ്റൊരു ഘടകങ്ങൾ കൂടിയുണ്ടെന്ന് CPM വിശ്വസിച്ച സമരമായിരുന്നു. പക്ഷേ അവിടെയും VSന് അദ്ദേഹം കണ്ടത് അവിടെ സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് ആ സമരരംഗത്തുള്ളത്. അവർ വെറുതെ ഇങ്ങനെ ആരുടെയും രാഷ്ട്രീയത്തിന് വേണ്ടി സമരം ചെയ്യാൻ ഇറങ്ങില്ല. അവർ സമരം ചെയ്തുവെങ്കിൽ അവർക്കൊരു ന്യായമായ ആവശ്യമുണ്ടാകും, ന്യായമായ കാരണമുണ്ടാകും. അതിന് താൻ അവിടെ പോയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പെമ്പിള്ളെ ഒരുമ സമരത്തിൽ പങ്കെടുത്ത ആ മൂന്നാറിലെ കോച്ചിപ്പിടിക്കുന്ന തണുപ്പിൽ VS എന്ന ഒരു വൃദ്ധൻ അവിടെ ചെല്ലുമ്പോൾ ആ സമരം മറ്റു തലത്തിലേക്ക് അക്ഷരാർത്ഥത്തിൽ മാറുകയായിരുന്നു. അങ്ങനെ മാറ്റാൻ, അങ്ങനെ ചെല്ലാൻ VS അല്ലാതൊരു നേതാവ് അവർക്കുണ്ടായിരുന്നില്ല. ആ ഒരു നേതാവിന്റെ ശക്തി, ആ ഒരു നേതാവിന്റെ നിശ്ചയദാർഢ്യം അന്ന് കേരളം ഒരിക്കൽ കൂടി കണ്ടതാണ്. അത്തരം എത്രയോ സന്ദർഭങ്ങൾ VSനുണ്ട്. അത് സ്ത്രീ വിഷയം മാത്രമല്ല, പരിസ്ഥിതി വിഷയങ്ങളാകട്ടെ, പരിസ്ഥിതിക്ക് എവിടെ മുറിവേൽക്കപ്പെടുന്നു അവിടെ VS ഉണ്ടാകും. അദ്ദേഹത്തെ ഒരുപക്ഷെ വെട്ടുനിരത്തലിന്റെ ആശാനെന്ന് അധിക്ഷേപിച്ചിരിക്കാം, വെട്ടുനിരത്തൽ സമരങ്ങളുടെ സൃഷ്ടാവെന്ന് അദ്ദേഹത്തെ അധിക്ഷേപിച്ചിരിക്കാം. പക്ഷെ അത്തരം അധിക്ഷേപങ്ങളൊന്നും VSന് തടസ്സമായിരുന്നില്ല. അത്തരം പ്രശ്നങ്ങൾ ഇടപെടാൻ തൻ്റെതായ ഒരു ശരി, എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. ആ ശരി തന്നെയാണ്, ആ ശരി എന്ന 2 അക്ഷരം തന്നെയാണ് VS എന്ന ദ്വയാക്ഷരത്തെ നയിച്ചത്. അതുതന്നെയാണ് VSനെ ഇത്രയേറെ പ്രിയപ്പെട്ട നേതാവാക്കി, ഇത്രയേറെ ജനസ്വീകാരനാക്കി മാറ്റിയത്. ഒരുപക്ഷെ AKGക്കും ഒക്കെ ശേഷം കേരളം ഇത്രയേറെ ആവേശത്തോടുകൂടി, ഇത്രയേറെ സ്നേഹത്തോടുകൂടി കണ്ട മറ്റൊരു നേതാവ് ഉണ്ടാകില്ല. പാവങ്ങളുടെ പടത്തലവനെന്ന് AKG വിശേഷിപ്പിച്ചെങ്കിൽ പാവങ്ങളുടെ അത്താണി എന്ന് VSനെ പലരും വിശേഷിപ്പിക്കും. അങ്ങനെയായിരുന്നു VSന് ഇടപെടൽ. പാവങ്ങളുടെ പ്രശ്നങ്ങൾ വന്നാൽ, സാധാരണക്കാരുടെ വിഷയങ്ങൾ വന്നാൽ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വന്നാൽ അവിടെ മുന്നിട്ടിറങ്ങും VS. ശരിതെറ്റുകൾ പിന്നീട്, ആദ്യം അവർക്കൊരു പരിഹാരം, ആദ്യം അവർക്കൊരു സാന്ത്വനം, അതായിരുന്നു VS. ആ സാന്ത്വനമാണ് ഇല്ലാതാകുന്നത്. ആ സാന്ത്വനമാണ് കഴിഞ്ഞ 6 വർഷത്തിലേറെയായി നിശബ്ദമായത്. ആ 6 വർഷം നിശബ്ദരായ നേതാവിനെയാണ് ഇങ്ങനെ കേരള രാഷ്ട്രീയം മറന്നുപോവുകയില്ല ചെയ്തത്, മലയാളി മനസ്സ് മറക്കുകയല്ല VS ചെയ്തത്. പക്ഷേ 6 വർഷത്തെ പഴക്കം വീര്യം കൂടിയ വീഞ്ഞായി മാറുന്നു. VS എന്നതൊരു ലഹരിയാണ് കേരളത്തിന്. ആ ലഹരിയാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത്. ആ ലഹരിയാണ് ജനങ്ങൾക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വഴിയോരങ്ങളിൽ പാർട്ടി ഭേദമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ, ജാതി മത ഭേദമില്ലാതെ, വർണ്ണവർഗ ഭേദമില്ലാതെ VS എന്ന ജനനായകനെ യാത്രയാക്കാൻ ജനങ്ങൾ ഇങ്ങനെ തെരുവിലിറങ്ങുന്നത്. ഇത് VSന്റെ മൃതദേഹം അവസാനം പൊതുദർശനത്തിന് വെച്ച സെക്രട്ടറി ദർബാർ ഹാളിൽ നിന്ന് മീറ്ററുകൾ മാത്രം അകലെയുള്ള സ്ഥലമാണ്. യുദ്ധസ്മാരകമാകുന്നു. VSന്റെ കർമ്മമേഖലയായിരുന്ന 2001 മുതൽ 2005 മുതൽ VSന്റെ കർമ്മമേഖലയായിരുന്ന നിയമസഭാ മന്ദിരത്തോട് അടുക്കുന്നു. ഈ പോരാട്ട ഭൂമികയിലേക്ക് VS എത്തുകയാണ്. VS ഒരിക്കലും രാഷ്ട്രീയ സമരങ്ങളുടെ മാത്രം ഉൽപ്പന്നമായിരുന്നില്ല. VS നിയമത്തെ, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകളെ പലപ്പോഴും രാജ്യവിരുദ്ധരെന്നും അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളോട് താല്പര്യമില്ലാത്തവരെന്നും ഒക്കെ അധിക്ഷേപിക്കാറുണ്ട്. പക്ഷേ VS ജനങ്ങളിൽ ആദ്യം വിശ്വാസം അർപ്പിച്ചു. പിന്നീട് VS വിശ്വസിച്ചത് നീതിന്യായ സംവിധാനങ്ങളോടാണ്, നീതിയെയാണ്, നിയമത്തെയാണ്. നിയമ പോരാട്ടം നടത്തിയാണ് VS പല പ്രധാനികളെയും അറച്ചത്. നിയമ പോരാട്ടം നടത്തിയാണ് പല സത്യങ്ങളും VS വെളിയിൽ കൊണ്ടുവന്നത്. അങ്ങനെ ഒരു VSന്റെ കർമ്മമേഖലയാണ് തലസ്ഥാനം. അങ്ങനെ ഒരു VSന്റെ കർമ്മഭൂമിയാണ് ഈ നിയമസഭാ മന്ദിരം. അവിടേക്കാണ് അദ്ദേഹത്തിന്റെ വിലാപയാത്ര, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസാന യാത്ര എത്തുന്നത്. VS തലസ്ഥാനത്തോട്, തന്റെ കർമ്മഭൂമികയോട് വിട പറയുകയാണ്. ഒരിക്കലും മറ്റൊരു നേതാവിനും കിട്ടാത്ത തരത്തിലുള്ള യാത്രയപ്പാണ് തലസ്ഥാനം നൽകുന്നത്. ഒരിക്കലും VSനെ കണ്ടിട്ടില്ലാത്ത സാധാരണക്കാരായ പ്രവർത്തകർ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രതാപകാലത്ത് ജനിച്ചിട്ട് പോലുമില്ലാത്ത യുവാക്കൾ, വിദ്യാർത്ഥികൾ, അദ്ദേഹത്തെ കണ്ടു വളർന്ന, അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു വന്ന വലിയൊരു ജനസമൂഹം എല്ലാവരും ഒന്നടങ്കം ഒറ്റക്കെട്ടായി VSന് വേണ്ടി തെരുവിലിറങ്ങുകയാണ്. VSനെ അങ്ങനെയൊന്നും അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ ഈ ജനം തയ്യാറാകുന്നില്ല. മൊബൈൽ ഫോണുകളുമായി അദ്ദേഹത്തിന് ചിത്രം പകർത്താൻ, അദ്ദേഹത്തിന് ഒരു അഭിവാദ്യം അർപ്പിക്കാൻ
ഒരു പിടി രക്തപുഷ്പങ്ങൾ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ അർപ്പിക്കാൻ ജനം അക്ഷരാർത്ഥത്തിൽ ആർത്തലയ്ക്കുകയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുതൽ ഇവിടേക്കുള്ള യാത്രയിൽ ഉടനീളം. ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി പുന്നപ്ര വടക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കാൻ, വേലിക്കകത്ത് വീട്ടിൽ അദ്ദേഹം ജ്യേഷ്ഠനിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് CPM-ന്റെ നേതാക്കൾക്ക്. പക്ഷേ എത്രത്തോളം സാധ്യമാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ല. കാരണം ഓരോ ഇഞ്ചിലും ജനങ്ങൾ കാത്തിരിക്കുന്നു, ഓരോ അടിയിലും ജനങ്ങൾ കാത്തിരിക്കുന്നു. VS എന്ന ജനനായകനെ കണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അവരെ കാണിക്കാതെ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഒരുപക്ഷെ അവർ അനുവദിക്കില്ല. അത്തരത്തിൽ ജനക്കൂട്ടം ഇരമ്പി ആർക്കുകയാണ് ഇവിടേക്ക്. ജനക്കൂട്ടം കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ പ്രിയ നേതാവിന്, ജനനായകന് യാത്രയപ്പ് നൽകാൻ. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള യാത്രയപ്പ്, ഏതൊരു കമ്മ്യൂണിസ്റ്റും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള യാത്രയപ്പ്, അതാണ് രാഷ്ട്രീയ കേരളം VS-ന് നൽകുന്നത്. ജാതി മത രാഷ്ട്രീയ വർണ്ണ വർഗ ഭേദങ്ങൾക്കപ്പുറത്തേക്ക് VS എന്ന ജനനേതാവിന് നെഞ്ചേറ്റുകയാണ് കേരളം. ആ യാത്രയപ്പാണ് VS-ന് നൽകുന്നത്. എന്നാൽ VS മാത്രം, VS-ന് പകരം VS മാത്രം, VS-ന് പകരം ആർക്കും കഴിയില്ല. VS-ന് പകരം മറ്റാർക്കും എത്തിപ്പെടാനാകാത്തത്ര രാഷ്ട്രീയ ഉന്നതിയിലേക്ക് പോയ നേതാവാണ് VS. ആ ഉന്നതിയാണ്, അതിന്റെ ഒരു മഹത്വമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏതാനും മീറ്ററുകൾക്കപ്പുറത്ത് നിയമസഭാ മന്ദിരമുണ്ട്. VS എന്ന സാമാജികന്റെ, VS എന്ന പാർലമെന്റേറിയന്റെ അതിരൂക്ഷമായ പ്രസംഗങ്ങൾ, അത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അതുപോലെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ നിർണായക ഇടപെടലുകൾ നടത്തിയ നിയമസഭാ മന്ദിരത്തിന് മുന്നിലേക്ക് എത്തുകയാണ്. അവിടെ ജനക്കൂട്ടം കാത്തു നിൽക്കുകയാണ്, നിയമസഭാ ജീവനക്കാർ കാത്തു നിൽക്കുകയാണ്. തങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയെ, തങ്ങളുടെ മുൻ പ്രതിപക്ഷ നേതാവിനെ, തങ്ങളുടെ മുൻ MLA യാത്രയേക്കാൻ നിയമസഭാ മന്ദിര ജീവനക്കാർ ഒന്നുടങ്കം ഇറങ്ങി കാത്തു നിൽക്കുകയാണ്. KM മാണിക്കെതിരെയുള്ള സമരകാലം നമുക്ക് ഓർമ്മയുണ്ട്. KM മാണിക്കെതിരെയുള്ള ആ അഴിമതി ആരോപണങ്ങൾ, ബാർക്കോഴ ആരോപണങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് VS പ്രസംഗിച്ചു, മിസ്റ്റർ മാണി കെടാത്ത തീയും ചാകാത്ത പുഴുക്കളുമുള്ള നരകത്തിലാണ് നിങ്ങൾക്ക് സ്ഥാനമെന്ന് VS പ്രസംഗിച്ചപ്പോൾ കേരളം അത് അതിശയത്തോടെ കേട്ടു, അത്ഭുതത്തോടെ കേട്ടു, ആവേശത്തോടെ ഏറ്റെടുത്തു. KM മാണിയും അന്നത്തെ ഭരണപക്ഷവും അതിൽ അക്ഷരാർത്ഥത്തിൽ കിടുങ്ങി. അന്നത്തെ ഒരു ദിവസം ഇപ്പോഴും എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. അന്ന് പ്രതിപക്ഷ നേതാവ് VS-ന്റെ നേതൃത്വത്തിൽ ഈ പ്രസംഗത്തിന് ശേഷം സഭാ നടപടി നിർത്തിവെക്കുന്നു. അവിടെ VS പ്രതിപക്ഷവും സഭയിൽ നിന്ന് വിട്ടിറങ്ങുന്നു. സാധാരണഗതി അത്തരത്തിൽ സഭാ സംഘർഷത്തിലാകുമ്പോൾ, സഭാ നടപടി തടസ്സപ്പെടുത്തുമ്പോൾ സ്പീക്കർ ഇടപെട്ട് ഒരു സമവായ യോഗം വിളിക്കാറുണ്ട്, കക്ഷിനേതാക്കളുടെ യോഗം വിളിക്കാറുണ്ട്. ആ യോഗത്തിന് ശേഷവും VS തന്റെ നിലപാട് മാറ്റിയില്ല. ഈ പ്രസംഗത്തിൽ നിന്ന് ഒരു വാക്ക് പോലും മാറ്റിയില്ല, ഒരു വരി പോലും മാറ്റിയില്ല. അതായിരുന്നു VS അച്യുതാനന്ദൻ. ഉറച്ച നിലപാടുകൾ, ഉറച്ച ശബ്ദം. ആ ശബ്ദമാണ് ഇല്ലാതാകുന്നത്, ആ നിലപാടുകളാണ് ഇല്ലാതാകുന്നത്. അതിന്റെ പേരാണ് VS. ആ പോരാട്ടത്തിന്റെ പേരാണ് VS. നേരത്തെ അരിസ്റ്റോ സുരേഷ് എന്ന സിനിമാ താരം നമ്മോട് അനുസ്മരിച്ചതുപോലെ VS എന്നാൽ VS അല്ല, VS എന്നാൽ സമരമാണ്, VS എന്നാൽ പോരാട്ടമാണ്. ആ പോരാട്ടത്തിനാണ് ഒരു അന്ത്യമാകുന്നത്, ആ സമരത്തിനാണ് അന്ത്യമാകുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥ സമരം തന്നെ ജീവിതം എന്നാണ്. ആ സമരം തന്നെ ജീവിതമാക്കിയ നേതാവാണ് വിട പറയുന്നത്. സമരങ്ങൾ അവസാനിപ്പിച്ച്, പോരാട്ടങ്ങൾ അവസാനിപ്പിച്ച് VS മടങ്ങുകയാണ്. ഒരുപക്ഷെ നമുക്ക് ആ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. VS-ന് വിട നൽകാൻ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം എത്തുമ്പോൾ ആ VS-നെ വഹിച്ചുകൊണ്ടുള്ള ആ വാഹനത്തിനും ഒരു കഥയുണ്ട്. ഈ ജൻഡ്രം ബസ് ഉദ്ഘാടനം ചെയ്ത VS-ന്റെ കാലത്താണ്. അന്ന് VS ആണ് ആദ്യം അതിലെ യാത്രികനായി മാറിയത് 2008-ൽ. അത്തരത്തിൽ വികസനത്തിന്റെ രംഗത്ത് VS-ന് പല സംഭാവനകളുണ്ട്. പക്ഷേ പലപ്പോഴും VS-നെ വികസന വിരോധിയായി ചിത്രീകരിക്കപ്പെട്ടിരുന്നു. പലപ്പോഴും അതിനൊക്കെ VS മറുപടി പറഞ്ഞു, ജനങ്ങളാണ് എന്റെ ശരി, എന്റെ ശരിയാണ് എന്റെ ശരി, ആ ശരിക്ക് വേണ്ടിയാണ് പോരാട്ടം നടത്തിയത്, അത് ഇനിയും തുടരുമെന്ന് പറഞ്ഞ VS ഇപ്പോൾ അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയിലേക്ക്, VS-ലെ സാമാജികൻ അതിന്റെ എല്ലാ ശക്തിയോടും കൂടി ആഞ്ഞടിച്ച നിയമസഭാ മന്ദിരത്തിന് മുന്നിലേക്ക് VS എത്തുകയാണ്. VS എന്ന ജനനേതാവ്, VS എന്ന നിയമസഭാ സാമാജികൻ, അത് ഒരു പാഠമാണ് പലർക്കും. VS-ന്റെ നിലപാടുകൾ, അതിനപ്പുറത്തേക്ക് പലപ്പോഴും VS പിന്മാറിയിരുന്നില്ല. പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കും. എത്ര പ്രതിസന്ധി ഉണ്ടായാലും, എത്ര സമ്മർദ്ദമുണ്ടായാലും VS പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. VS പറഞ്ഞയിടത്ത് ഉറച്ചു നിൽക്കും. അങ്ങനെ ഒരു നേതാവ് അപൂർവങ്ങളിൽ അപൂർവമാണ്. അത്തരമൊരു നേതാവ്, അതൊരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിനാണ് ഇന്നലെ SUT ആശുപത്രിയിൽ അന്ത്യമായത്. 1 മാസത്തിലേറെ നീണ്ട ചികിത്സകൾ, പോരാട്ടങ്ങൾ, ആരോഗ്യരംഗത്ത് വിദഗ്ധർക്ക് പോലും അത്ഭുതമായി മാറിയിരുന്നു VS-ന്റെ തിരിച്ചുവരവിനുള്ള ശ്രമം. അത്തരമൊരു നേതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ആ ഒരു നേതാവിന്റെ
അവസാന യാത്രയാണ്, തൻ്റെ കർമ്മഭൂമിയിൽ നിന്നുള്ള യാത്രയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിയമസഭാ സെക്രട്ടറിയുടെ ജീവനക്കാർ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. വി എസിന്റെ എത്രയെത്രയോ പ്രസംഗങ്ങൾ, എത്രയെത്രയോ ഇടപെടലുകൾ, നിയമനിർമ്മാണങ്ങളിൽ, വാക്കൗട്ട് പ്രസംഗങ്ങളിലൊക്കെ വി എസ് നടത്തിയ ഇടപെടലുകൾ, അതിലൊക്കെ സാക്ഷിയായ നിയമസഭാ മന്ദിരം വി എസിന് അന്ത്യയാത്ര നൽകുകയാണ്, അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. കേരളത്തിന്റെ സമര പോരാളിക്ക്, കേരളത്തിന്റെ വിഷമമില്ലാത്ത പോരാളിക്ക് 82 വയസ്സിൽ ഒരു മുഖ്യമന്ത്രിയാകുന്നു, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു. ആ മുഖ്യമന്ത്രി പിന്നീട് നടത്തുന്ന ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഒക്കെ ജനം അത്ഭുതത്തോടെ മാത്രം കണ്ടുനിന്ന വി എസ്, ആ വി എസ് ആണ് വിടവാങ്ങുന്നത്. വി എസിനെ അംഗീകരിക്കുന്നവർ, വി എസിനെ ആരാധിക്കുന്നവർ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങില്ല. നമുക്ക് ദേശീയ നേതാക്കളുടെ, പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ അനുസ്മരണങ്ങൾ കേട്ടാൽ അത് മനസ്സിലാകും. ഇന്ത്യൻ രാഷ്ട്രപതി വന്നിട്ട് വി എസിനെ കാണാൻ സമയം ചോദിച്ച ഒരു ചരിത്രമുണ്ട് കേരളത്തിന്. വി എസിന് ആ സമയത്ത് അദ്ദേഹം ഉറങ്ങുന്ന സമയമാണ് പകൽ. അത് ആ സമയത്ത് എത്താൻ കഴിയുന്ന ആദ്യം മറുപടി കിട്ടി. അന്ന് രാഷ്ട്രപതി പറഞ്ഞത്, ഞാൻ കാത്തിരിക്കും, വി എസ് എപ്പോൾ സമയം കിട്ടുമോ അതുവരെ ഞാൻ കാത്തിരിക്കും. അങ്ങനെ വി എസിനെ കാത്തിരുന്നു കണ്ട രാഷ്ട്രപതിമാരുള്ള നാടാണ് കേരളം. അത്രയേറെ രാജ്യം വില നൽകിയ നേതാവാണ് വി എസ്. അങ്ങനെ ഒരു വി എസിനെയാണ് കേരളം നഷ്ടമാകുന്നത്. ആ വി എസിന് പകരക്കാർ ഒരിക്കലും ഉണ്ടാകില്ല, ആ പകരക്കാർ ഒരിക്കലും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. അത്തരമൊരു നേതാവ് വിട പറയുമ്പോൾ ഇങ്ങനെ അല്ലാതെ എങ്ങനെ രാഷ്ട്രീയ കേരളം, പ്രബുദ്ധ കേരളം വിട നൽകും? അപർണ, തീർച്ചയായിട്ടും ഏതെങ്കിലും